പ്രിയപ്പെട്ടവരെ, ഒരുപാട് കുട്ടികളെ അതുപോലെ മുതിർന്ന ആളുകളെ പാമ്പ് കടിയേറ്റ് ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു എന്ന വാർത്തകളൊക്കെ കൂടി വരികയാണ്. നല്ല ചൂടുള്ള സമയമാണ്. ചൂടിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി പാമ്പുകൾ തണുപ്പുള്ള പുൽച്ചെടികൾ, അതുപോലെ വെള്ളത്തിൻ്റെ സാന്നിധ്യം, അതുപോലെ വീടിനകത്ത് തണുപ്പ് ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലത്തേക്കൊക്കെ പാമ്പുകൾ കടന്നു വരികയും പല സ്ഥലത്തും പല കുട്ടികളെയും അതുപോലെ മുതിർന്ന ആളുകളൊക്കെ പാമ്പ് കടിക്കുകയും മരണപ്പെടുകയും ചെയ്ത കഥകളൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കുകയാണ്. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം? വീടുകളിൽ പാമ്പുകളെ കാണുന്നു, അതുപോലെ പൊതുവെ ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, വീടുകളിൽ പാമ്പ് കാണുന്നു, പറമ്പുകളിൽ പാമ്പിനെ കാണുന്നു, എന്താണത് പോകാനുള്ള വഴി? അതെന്തെങ്കിലും നമുക്ക് പ്രയാസമുണ്ടാകുമോ? എന്തെങ്കിലും ശാപമാണോ? ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പാമ്പിനെ കൊന്നതിൻ്റെ പേരിലുള്ള ശാപമാണ്, അങ്ങനെയൊക്കെ പല രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ പല ആളുകൾക്കുമുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപ്രകാരം പാമ്പ് സംരക്ഷിത ജീവികളിൽപ്പെട്ടതാണ്. ഇവിടുത്തെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പാമ്പിനെ കൊല്ലാനോ പിടിക്കാനോ ആക്രമിക്കാനോ പാടില്ല എന്നുള്ളതാണ്. പാമ്പിനെ കണ്ടാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമപ്രകാരം നമ്മൾ ഫോറസ്റ്റ് വകുപ്പിനെയോ അല്ലെങ്കിൽ സ്നേക്ക് റെസ്ക്യൂ ടീമിനെയോ അറിയിക്കുക. പാമ്പ് പിടുത്തക്കാർ, ഇവിടെ അംഗീകാരമുള്ള നിയമപ്രകാരം പാമ്പിനെ പിടിക്കുന്ന ആളുകളുണ്ട്, അവരെ അറിയിക്കുക. അവർ വന്ന് അതിനെ പിടിക്കുകയും ഫോറസ്റ്റ് വകുപ്പിനെ ഏൽപ്പിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സംവിധാനങ്ങളില്ലാത്തൊരു കാലത്ത്, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ, ഈ നിയമം ഇല്ലാത്തൊരു രാജ്യത്ത് അല്ലെങ്കിൽ വീടുകളിലോ മറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ നിയമപ്രകാരം കടിക്കുന്ന പാമ്പിനെ കൊല്ലുക തന്നെ ചെയ്യണം. കാരണം അത് ഒരുപാട് ആളുകളെ ജീവിതം നഷ്ടപ്പെടുത്തും. മനുഷ്യനെയാണ് കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ പാമ്പിനെ കാണുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ കൊല്ലുന്നതിന് പകരം നമ്മൾ 3 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 ദിവസമോ അതിനോട് എന്ത് ചെയ്യണം? പോകാൻ വേണ്ടി ആവശ്യപ്പെടണം എന്ന് കിതാബുകളിൽ ഹദീസുകളിൽ കാണാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, പാമ്പിനെ കണ്ടാൽ പാമ്പ് നമ്മുടെ ശല്യം ചെയ്യാതിരിക്കാൻ, പാമ്പ് പോകാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ടത്, ഞാൻ ഈ പറയുന്ന ഈ മന്ത്രം ഇതേപോലെ നിങ്ങൾ ചൊല്ലുക. അസ്അലുകി ബിഅഹ്ദി നൂഹിൻ അലൈഹിസ്സലാം വസുലൈമാൻ ഇബ്ന ദാവൂദ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തബ്ദൂ ലനാ വലാ തുഉദൂനാ. നമ്മൾക്ക് ഇനി കാണുക തന്നെ ചെയ്യരുത്, പാമ്പിനെ നമ്മൾ എടുങ്ങാറാക്കുകയും ചെയ്യരുത്. എന്ത് രൂപത്തിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഈ മന്ത്രമാണ്. അപ്പോൾ ഇത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ചൊല്ലുക. പാമ്പിനെ കണ്ടാൽ 3 പ്രാവശ്യമോ 3 ദിവസമോ ചൊല്ലുക. പഴയ കാലത്തൊക്കെ പൊയ്ക്കോ 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 ഈ രൂപത്തിലൊക്കെ പറയും. അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചില ആളുകൾക്ക് പാമ്പിനെ കൊല്ലാൻ പേടിയാണ്, അല്ലെങ്കിൽ പാമ്പിനെ കൊന്നതിൻ്റെ പേരിൽ ശാപമുണ്ടാകുമോ, പാമ്പുകൾക്ക് ശത്രുത ഉണ്ടാകുമോ, പിന്നീട് കൂടുതൽ നമ്മൾ ആക്രമിക്കോ എന്നൊക്കെ രൂപത്തിൽ ഒരു ചരിത്രം ഞാൻ ഇതിന് സഹായകമായി പറയാം. ചരിത്രത്തിൽ കാണാം, ഇബ്നു അസാക്കിർ തൻ്റെ താരീഖിൽ പറയുന്നു, أن رجلا دخل بعض الخراب ليبول فيه فإذا حية فقتلها فما هو إلا أن نزل به تحت الأرض فاحتوش به جماعة فقالوا هذا قتل فلانا فقالوا نقتله فقال بعضهم امضوا به إلى الشيخ فمضوا به إليه فإذا هو شيخ حسن الوجه كبير اللحية أبيضها. ഒരാൾ മൂത്രമൊഴിക്കാൻ വേണ്ടി വിജനമായ ഒരു മരുഭൂമിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു പാമ്പിനെ കണ്ടു. അയാൾ കൊന്നു. കാരണം പാമ്പ് കടിക്കുന്ന ഒരു ജീവിയാണ്. സംരക്ഷണത്തിന് വേണ്ടി പാമ്പിനെ കൊന്നു കളഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് അവിടെ കൂടി അയാളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ചില ആളുകളൊക്കെ പറഞ്ഞു, നമ്മൾ കൊല്ലുന്നത് വേണ്ട, നമ്മുടെ ഷെയ്ഖിൻ്റെ അടുക്കലേക്ക്, നേതാവിൻ്റെ അടുക്കലേക്ക് ഇയാളെ കൊണ്ടുപോകാം. അങ്ങനെ ജിന്നുകളൊക്കെ കൂടി, കാരണം പാമ്പിൻ്റെ കോലത്തിൽ ജിന്ന് വന്നതാണ്, ശൈത്താൻ വന്നതാണ്. ജിന്നുകളൊക്കെ കൂടി ഇയാൾ നേതാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയപ്പോൾ നേതാവ് ചോദിച്ചു, മഖിസ്സത്തുക്കും, എന്താണ് വന്നത്, കാര്യം പറയുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജിന്നിനെ ഇയാൾ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഷേഖ് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ജിന്ന് മനുഷ്യൻ്റെ അടുക്കൽ ഏത് രൂപത്തിലാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പാമ്പിൻ്റെ കോലത്തിലാണ്. അപ്പോൾ ഷേഖ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വമൻ തസവ്വറ മിൻകും ഫി സൂറത്തിൻ ഗൈര സൂറത്തിഹി ഫഖുതില ഫലാ ശൈഅ ലാ ഖാതിരി. ജിന്നിൻ്റെ യഥാർത്ഥ രൂപമല്ലാത്ത നായയുടെയോ പൂച്ചയുടെയോ അല്ലെങ്കിൽ പാമ്പിൻ്റെ കോലത്തിലാണ് കൂടുതൽ വരാറുള്ളത്. ആ കോലത്തിൽ ഒരാളെടുക്കൽ ചെന്നാൽ അവർ കൊല്ലുകയും ചെയ്താൽ അതിൻ്റെ പേരിൽ അവർക്ക് പിഴയോ അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരമോ ഒന്നും ചോദിക്കേണ്ടതില്ല
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് ആ പണ്ഡിതനായ ജിന്നിന്റെ നേതാവ് പറഞ്ഞപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഈ നിയമമില്ലാത്ത സ്ഥലത്ത്, ഇതിനുള്ള സംവിധാനമുള്ള സ്ഥലത്ത് നമ്മൾ കൊല്ലുക തന്നെ ചെയ്യണം. കാരണം മനുഷ്യന്റെ സംരക്ഷണമാണ് നമുക്ക് വലുത്. അത് നമ്മൾ മനസ്സിലാക്കുക.